അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പാദവാർഷിക പരീക്ഷയിലെ 5ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ ചോദ്യോത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം. 1. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി. 2. നന്മ ചീത്ത കാര്യങ്ങളെ. 3. ഖാലിഖിൻ നാസ. 4. മറ്റു അവയവങ്ങളെ പ്രവർത്തിക്കുന്നത്. 5. നീ എവിടെയാണെങ്കിലും അല്ലാഹുവിന്. ഇതിൻ്റെയൊക്കെ ആവശ്യമായത് മുകളിൽ നിന്ന് ചേർത്ത് കൊടുക്കുക. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. 2. നന്മ ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും. 3. ഖാലിഖിൻ നാസ ബി ഖുൽഖിൻ ഹസൻ. 4. മറ്റു അവയവങ്ങളെ പ്രവർത്തിക്കുന്നത് മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ച്. 5. നീ എവിടെയാണെങ്കിലും അല്ലാഹുവിന് തഖ്വ ചെയ്യുക. രണ്ടാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. 1. സൽ സ്വഭാവം എന്നാൽ എന്ത്? പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. മൂന്നാമത്തെ ചോദ്യം ഇഖ്ലാസു എന്നാൽ എന്ത്? അല്ലാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. നാലാമത്തെ ചോദ്യം മനസ്സിൻ്റെ രോഗങ്ങളും മരുന്നുകളും ഏതെല്ലാം? മനസ്സിൻ്റെ രോഗങ്ങൾ അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുശ്ചിന്ത, ലോകമാന്യം, പൊങ്ങച്ചം ഇവയൊക്കെ മനസ്സിൻ്റെ രോഗങ്ങളാണ്. ഇനി അതിനുള്ള മരുന്നുകൾ ഇൽമ് പഠിപ്പിക്കുക, നല്ലവരുമായി കൂട്ടുകൂടുക, ആരാധനാകർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക, അതുപോലെ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അഞ്ചാമത്തെ ചോദ്യം ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ. ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ. 1. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക, പ്രശംസയ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുക. 6. നമ്മുടെ ഇബാദത്ത് എങ്ങനെ ഉള്ളതായിരിക്കണം? നമ്മുടെ ഇബാദത്ത് നിഷ്കളങ്ക ഹൃദയത്തോടു കൂടിയുള്ളതായിരിക്കണം. മൂന്നാമത്തെ ആക്ടിവിറ്റി അർത്ഥം എഴുതുക. ഒന്നാമത്തത് അത്തഖ്വ ഹാഹുന. തഖ്വ ഇവിടെയാണ്. ഖദ് അഫ്ലഹ മൻ ദക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. നിശ്ചയം ഖൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു, അതിനെ ദോഷം കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു. നാലാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് ഭാഗത്തേക്ക് ചൂണ്ടി അത്തഖ്വ ഹാഹുന എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് ചൂണ്ടി അത്തഖ്വ ഹാഹുന എന്ന് പറഞ്ഞു. 2. നന്മ ചീത്ത കാര്യങ്ങളെ ഡാഷ്. നന്മ ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും. ചോദ്യോത്തരങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.